ഹായ് ഞാൻ അതുല്യ രവീന്ദ്രൻ ആൻഡ് വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിറ്റ് ഔട്ട് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം ഞാൻ മുന്നേ ഒരു സിറ്റ് ഔട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ വേറൊരു രീതിയിലാണ് ഇപ്പോൾ സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തത്. അപ്പം മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥ കാണിച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോൾ കുറേ ചെടികൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെ ആകെ വൃത്തികേടായിട്ടൊരു അറേഞ്ച്മെൻറ്റ് ഇല്ലാണ്ടാണ് ഇവിടെ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പഴയ പ്ലാന്റ്സൊക്കെ മാറ്റി വേറെ പ്ലാന്റ്സ് വെച്ചു. അപ്പോൾ എൻ്റെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചത്. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റും ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സും കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി ഈ ഒരു സ്റ്റാൻഡ് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഇത് എൻ്റെ അച്ഛൻ പണിത സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു സ്പേസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിലെ പ്ലാന്റ്സൊക്കെ മാറ്റി പുതിയ പ്ലാന്റ്സ് വെച്ചു. അപ്പം ഇങ്ങനെയാണ് ഈ സ്റ്റാൻഡിൽ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ പ്ലാന്റ്സും ഏതാണെന്ന് നോക്കാം. ഇത് ഫിലഡൻഡ്രോൺ സെനഡു എന്ന് പറഞ്ഞൊരു ഇതാണ്. പിന്നെ ഒരു ബാംബു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കലാത്തിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ സിങ്കോണിയം. പിന്നെ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല. ഇത് നല്ല ഇതുപോലെ ഒരു മുരിങ്ങക്കോല് പോലെ വരുന്നൊരു പ്ലാന്റാണ്. ഇപ്പോൾ പേരറിയില്ല, അതും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു കലാത്തിയും അതുപോലെ ഒരു അഗ്ലോണിമേഡയും ചെടികൾ വെച്ചു. പിന്നെ ഈ സൈഡിലായിട്ടൊരു സ്നേക്ക് പ്ലാന്റും ഒരു കറ്റാർവാഴയുടെ തൈയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു 4 ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയണത് ഇപ്പം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കുറച്ച് മണി പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു തരം ഹാങ്ങിങ് പ്ലാന്റും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അധികം വെയിലൊന്നും കിട്ടില്ലല്ലോ, പിന്നെ നമുക്ക് എപ്പോഴും ചെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രൊപ്പഗേഷൻ നടത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അത്രയും ലഷായിട്ട് വളർന്നിട്ടില്ല. ഇവിടെ 2 സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയും കുറച്ച് പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു റോല് വെച്ചിരിക്കുന്നത് കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ആണ്. കലാത്തിയ പ്ലാന്റ്സ് സെൽഫ് വാട്ടറിങ് പോട്ടിലാണ്. പിന്നെ ഈ പ്ലാന്റ്സൊക്കെയാണ് ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഹുക്കിൻ്റെ ബാക്കിലായിട്ട് അതുപോലെ തന്നെ സെയിം അവിടെ പിടിപ്പിച്ചിട്ട് അതിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ടിരിക്കണത് ഒരു കലാസിയ റിപ്പൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടർട്ടിൽ വൈൻ. പിന്നെ ഈ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് അതിൻ്റെ ബാക്കിലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ വ്യൂ കിട്ടില്ല, അപ്പുറത്ത് പോയി നിന്ന് നോക്കിയാലാണ് ആ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ക്രീപ്പിംഗ് ചാർലി. പിന്നെ ഇതാണ് പേരറിയാത്ത പ്ലാന്റ്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ടർട്ടിൽ വൈൻ ഉണ്ട്. ടർട്ടിൽ വൈൻ നന്നായി ഇപ്പോൾ താഴത്തേക്ക് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലീസിയ റിപ്പൻസ് ഉണ്ട്, അത് നന്നായി വളർന്നു. ഇനി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിലായിട്ട് ഞാൻ ഓർക്കിഡിൻ്റെ 2 ചട്ടികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ഓർക്കിഡിൽ ഇപ്പോൾ പൂവുണ്ടായിട്ടോ. ഈ പൂവ് ഏകദേശം ഒരു കൊഴിയാറായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആണ്, അല്ല വയലറ്റ് കളറുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആണ്. പിന്നെ അതാ ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് നിൽക്കുക. 2 പൂവുണ്ടായിരുന്നു, ഇതിൽ കൊഴിഞ്ഞു പോയി. ബാക്കിയുള്ള പൂവാണ് ഇതിലുള്ളത്. പിന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്തത് ഒരു കസേരയും പിന്നെ ഒരു പഴയ സ്റ്റൂളാണ്. ഇതിൽ ഞാൻ ചെടികളാണ് വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മേലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചു. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് ചായയോ അങ്ങനെ എന്തെങ്കിലും മഴയൊക്കെ കണ്ട് കുടിക്കാമല്ലോ. അപ്പോൾ ഒരു ചെയറും ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ട് ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെയും കൊണ്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 ലെയറായിട്ടാണ് പ്ലാന്റ്സ് തൂക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ഹുക്ക് വെച്ചിട്ട് ഇവിടെ പ്ലാന്റ്സ്, അതുപോലെ ഇവിടെ ഒരു ഹുക്ക് വെച്ചിട്ട് ഇവിടെയും നിറയെ പ്ലാന്റ്സ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് പണിതിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഓർക്കിഡ് തൂക്കിയിട്ടിരിക്കുന്നത്. അതിലും ഇപ്പോൾ ഒരു നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് എൻ്റെ സ്പാനിഷ് മോസിൻ്റെ കുറച്ച് കട്ടിങ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് കാക്ടസിൻ്റെ ചെടിയാണ്. ഇതാകെ നശിച്ചു പോയിട്ട് പിന്നെ അതിനെ പരിചരിച്ച് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കൈ എത്തുന്ന സ്ഥലത്ത് ഇതിനെ തൂക്കിയിട്ട് വെക്കുക.
പിന്നെ ഇത് ഒരു മണി പ്ലാന്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിടുന്ന ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ സ്റ്റാൻഡാണിത്. അതിലിപ്പോൾ ഒരു മണി പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ തൂക്കിയിട്ടേക്കാം. പിന്നെ ഇവിടെ ഒരു 3 ലെയറായിട്ട് കുറച്ച് പ്ലാന്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ പെയിൻറ്റും പാട്ടയിൽ വെച്ചിട്ടുള്ള ടർട്ടിൽ വൈനാണ്. നന്നായി വളർന്നു. പിന്നെ ഇതിൽ കലേസിയ റിപ്പൻസാണ്. വെജിറ്റബിൾസൊക്കെ പൊതിഞ്ഞ് വരുന്നൊരു ചാക്ക് പോലത്തെ കിട്ടില്ലേ, അതിൽ മണ്ണും ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ട് ഈ ടർട്ടിൽ വൈൻ കലേസിയ റിപ്പൻസ് പൊതിഞ്ഞ് കെട്ടി വെച്ചപ്പോൾ പിന്നെ അതിങ്ങനെ വളർന്നൊരു കിഴി പോലെയായി. പിന്നെ ഇതൊരു ഫുഡൊക്കെ പുറത്തുനിന്ന് വരുന്നൊരു കണ്ടെയ്നറിൽ കുറച്ച് ക്രീപ്പിംഗ് ജാറിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ലെയറുകളായിട്ട് ഇവിടെ തൂക്കിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ചട്ടികളിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചട്ടി എന്ന് പറയുന്നത് അച്ഛനമ്മയും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ലോക്ക്ഡൗണിൽ അവർ ബോറടിച്ചപ്പോൾ അവർ ഇതുപോലത്തെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വീട്ടിലെ പഴയ ടൈൽസും അതുപോലെ സിമെൻറ്റും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചട്ടികളാണ് ഈ ഒരു 4 എണ്ണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു ചട്ടികളൊക്കെ ഇറക്കി വെച്ചിട്ട് അതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ച്. അതുപോലെ ഈ ഒരു ചട്ടിയും അച്ഛനമ്മയും കൂടി ഉണ്ടാക്കിയതാണ്. ഇത് പഴയൊരു ഡ്രസ്സാണ്. അതും സിമെൻറ്റും വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും വലിയ പിടിയില്ല. അവർ 2 പേരും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ ഞാനൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്ക് ആക്ച്വലി അറിയില്ല. ഇതിൻ്റെ ഫ്ലവറൊക്കെ എന്ന് പറയുന്നത് ഒരു ലാമ്പ് പോലെയാണ്. നല്ല ഭംഗിയിലൊരു ഓറഞ്ച് കളറ് പൂവുണ്ടാവുന്ന ചെടിയാണ്. ഈ ചെടി ആകെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ആകെ നശിച്ചു പോയി. അതിൻ്റെ ഒരു കുഞ്ഞി തൈ അതിൻ്റെ അടിയിൽ നിൽക്കണ്ടായിരുന്നത് കൊണ്ട് നട്ടിട്ട് അതിനെ നോക്കി നോക്കി പിടിച്ച് വരുന്ന ഒരു ചെടിയാണത്. പിന്നെ ഇത് നമ്മുടെ ഫോക്സ് ടെയിൽ ഫേണാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ ഫോക്സ് ടെയിൽ ഫേൺ എന്ന് പറയണത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ 3 പ്ലാന്റ്സാണ് ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു അരേക്കപ്പാമും സ്നേക്ക് പ്ലാന്റും പിന്നെ ഒരു കലേഡിയം പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പ്ലാന്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഗാർഡൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് സിറ്റ് ഔട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.